രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ ഉള്ള വിശിഷ്ട വ്യക്തികൾ ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് എന്നിവർ വൈമാനിക താരത്തിലേക്ക് എത്തുകയാണ്. ചരിത്ര നിമിഷമാണ്. കാരണം 1963 ഒക്ടോബറിലാണ് ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷനിൽ ആദ്യമായി വിമാനങ്ങൾ ലാൻഡ് ചെയ്തതെന്നാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി ഈ ഐതിഹാസിക റഷ്യൻ നിർമ്മിത വിമാനം ഭാഗമാകുന്നത്. അവസാന വിടവാങ്ങൽ ചടങ്ങിനാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. വളരെ വൈകാരികമായ ചണ്ഡീഗഡ് എയർഫോഴ്സ് സ്റ്റേഷൻ मैं आगे नहीं जाऊँगा, मैं इधर ही लूँगा, यही लगा ना, आगे नहीं जाता मैं। हमें कैमरा को मूव करना है। दादा मैं जाऊँगा ही नहीं उससे आगे। यार इधर कहाँ जाओगे यार आप? मैं आगे नहीं जा रहा हूँ बॉस। मैं इधर मूव करना कैसे करूँगा? से जाने वाले इस दस्तावेज को सौंपते हुए MiG-21 सक्रिय फ्लाइंग से हटके हेरिटेज फ्लाइट में शामिल हो सेना डाक सेवा कोड द्वारा विभिन्न रक्षा संस्थानों एवं तीनों सेनाओं के विशेष दिवस को और अधिक यादगार बनाने के लिए विशेष यूनिट के गौरवशाली इतिहास को उल्लेखित करने के लिए किया जाता है। आज के इस ऐतिहासिक अवसर पर भी सेना डाक सेवा कोड द्वारा एक विशेष दिवस जारी किया जा रहा है। इस अवसर पर मैं आग्रह करूंगा कि चीफ ऑफ डिफेंस स्टाफ, भारतीय थल सेनाध्यक्ष, भारतीय नौसेना अध्यक्ष, वायु कमान अधिकारी पश्चिमी वायु कमान तथा अपर महानिदेशक सेना डाक सेवा भी उपस्थित हों। अभी लेफ्ट कर लेता है, नेवी चीफ और आर्मी चीफ आ रहे हैं। स्टेज शुरू हो रहा है। हाँ बस रोल कर लें गेटिंग ऑन द स्टेज। जनरल अनिल चौहान आ रहे स्टेज पर। मैं अपर महानिदेशक सेना डाक सेवा से आग्रह करूंगा कि वे विशेष दिवस अवार्ड को भारत के रक्षा मंत्री माननीय श्री राजनाथ सिंह जी द्वारा विमोचित कराएं। MiG-21 വിമാനങ്ങളുടെ യാത്രയപ്പ് ചടങ്ങ് നടക്കുകയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അവിടെയുണ്ട്. പ്രൗഢഗംഭീരമായ യാത്രയപ്പ് ചടങ്ങാണ് നടക്കുന്നത്. ചിറകൊതുക്കുകയാണ് MiG-21. 60 വർഷത്തെ ചരിത്രമുണ്ട്. പ്രതിരോധ മന്ത്രാലയത്തിനൊപ്പം ചേർന്നുള്ള ചരിത്രമുണ്ട് MiG-21. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്ത്യക്ക് കരുത്തായി നിന്ന വിമാനമാണ്. അതിനിപ്പോൾ പ്രൗഢഗംഭീരമായ യാത്രയപ്പ് ചടങ്ങ് നടത്തുകയാണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ എക്സിൽ ഞങ്ങൾ നിങ്ങളെ ഓർമ്മിക്കും എന്നാണ് അവർ MiG-21 ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. പതിറ്റാണ്ടുകളായി വിവിധ തലമുറകളായി നമ്മുടെ രാജ്യത്തെ കാത്തു സൂക്ഷിക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിന് പിന്തുണ നൽകാൻ MiG-21 നമുക്കൊപ്പമുണ്ടായിരുന്നു. ആ MiG-21 യാത്രയപ്പ് ചടങ്ങ് അവിടെ പുരോഗമിക്കുകയാണ്. ചരിത്ര നിമിഷം തന്നെയാണ്, ചരിത്രപരമായ യാത്രയപ്പ് തന്നെയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്നാഥ് സിംഗ് ഉണ്ട് അവിടെ, അശ്വിനി ഉണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. അശ്വിനി, 60 വർഷത്തെ ചരിത്രമുണ്ട്. നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ MiG-21 അവിടെ ഒരു പ്രതിബിംബമായി അല്ലെങ്കിൽ ഒരു ധൈര്യമായി അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിറകൊതുക്കുകയാണ്. വലിയ ചടങ്ങോടുകൂടിയാണ് യാത്രയപ്പും ഒരുക്കിയിട്ടുള്ളത്. എന്താണ് വിശദാംശങ്ങൾ?
അഖില സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ വ്യോമസേനയുടെ കരുത്തായിരുന്നു ഏകദേശം 62 വർഷത്തോളം MiG-21 വിമാനങ്ങൾ. ഇപ്പോൾ ഈ വിമാനങ്ങളാണ് നമ്മൾ ഡീകമ്മീഷൻ ചെയ്യുന്നത്. 36 വിമാനങ്ങളാണ് അവസാനമായി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. MiG-21 ബൈസൺ ശ്രേണിയിലുള്ള വിമാനങ്ങളാണ് ഇവ. 2 സ്ക്വാഡ്രണുകളായിട്ടായിരുന്നു ഇവ വിഭജിച്ചിരുന്നത്. ഇവയാണ് ഇപ്പോൾ ഇന്ന് വിട പറയുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 6 വിമാനങ്ങൾ സ്ക്വാഡ്രൺ 23-ലെ 6 വിമാനങ്ങളാണ് ഇന്നത്തെ ചടങ്ങിൽ MiG-21 പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. വാട്ടർ സല്യൂട്ട് അടക്കം നൽകി ഔപചാരിക ചടങ്ങുകളോടെയാണ് വിമാനങ്ങളെ ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്യുന്നത്. രാജ്നാഥ് സിംഗ് അടക്കമുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതുപോലെ തന്നെ മറ്റ് സേനകളുടെ ചീഫുമാരും എല്ലാം ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായി സന്നിഹിതരായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല MiG-21 വിമാനങ്ങൾ പറത്തിയ മുൻ പൈലറ്റുമാരും വ്യോമസേനയുടെ മറ്റു ഉന്നത ഉദ്യോഗസ്ഥരെയും എല്ലാം റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെയും എല്ലാം ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നത് ഇതുപോലെ ഇത്രയും കരുത്തായ ഒരു വിമാനം അവർ പറത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോഴും ഇത്രയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും ഇത്രയൊക്കെ സാങ്കേതികപരമായി പിന്നിൽ നിൽക്കുമ്പോഴും MiG-21 എന്ന് പറയുന്നത് ഇന്ത്യയുടെ കരുത്ത് തന്നെയാണ് എന്ന് തന്നെയാണ് അവരിപ്പോഴും പറയുന്നത്. തേജസ് MK-47 വിമാനങ്ങളാണ് ഇതിന് പകരമായി ഇനി നമ്മുടെ ഈ MiG-ന് പകരമായി ഈ ഒരു ശ്രേണിയിലേക്ക് എത്തുക. അത് മാർച്ച് 2026 മാർച്ചോടുകൂടി മാത്രമേ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുകയുള്ളൂ. അതുവരെ MiG-21 വിമാനങ്ങൾ ഒരു അസാന്നിധ്യം ഉണ്ടാകുന്ന ഒഴിവ് അത് വളരെ വലുതാണ്. ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം റഫാൽ വിമാനങ്ങൾ അടക്കം വന്നിട്ടുണ്ടെങ്കിൽ പോലും 2019 ബാലാക്കോട്ടിലടക്കം ആക്രമണം നടത്താനായിട്ട് ഇന്ത്യ ആശ്രയിച്ചത് MiG-21 F-16 അടക്കമുള്ള വിമാനങ്ങളെ തകർക്കാൻ പോലും അന്ന് MiG-21 സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ MiG-21 കരുത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്ത്യൻ വ്യോമസേന എത്രത്തോളം ഇന്ത്യനെ ആശ്രയിച്ചിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ്. അപകടങ്ങൾ 400-ലേറെ അപകടങ്ങൾ ഈ വിമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. നിരവധി പൈലറ്റുമാരുടെ അടക്കം ജീവനുകൾ അപകടത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും MiG-21 എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ വ്യോമസേനയുടെ തന്നെ ഒരു അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴും പലരും കണക്കാക്കുന്നത്. MiG-21 ഒഴിയുന്നു എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ഇപ്പോഴും വ്യോമസേനയിലുള്ളവർക്ക് പോലും സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ പലരുടെയും വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ചണ്ഡീഗഡിൽ ഔപചാരിക ചടങ്ങുകളോടെയാണ് വിമാനം വിട പറയുന്നതെങ്കിലും കഴിഞ്ഞ മാസം നൽ വിമാനത്താവളത്തിൽ എയർ ചീഫ് മാർഷൽ അടക്കം ഈ MiG-21 പറപ്പിക്കുകയുണ്ടായി. അന്ന് അദ്ദേഹം ഈ MiG ദിനത്ത് അതിനെ നയിക്കാൻ പോലും അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ വിമാനത്തിന്റെ അത്രത്തോളം അല്ലെങ്കിൽ അത്ര സ്മൂത്ത്നെസ്സിനോടുകൂടി മറ്റൊരു വിമാനം അദ്ദേഹത്തിന് പറത്താൻ സാധിച്ചിട്ടില്ലെന്ന വാക്കുകളാണ് അദ്ദേഹം നൽകിയത്. MiG-21 ചിറകൊതുക്കുകയാണ്. അതിന്റെ ഡീകമ്മീഷൻ ചടങ്ങാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വിശദമായ വിവരങ്ങളാണ് അശ്വിനി നാഷണൽ ഡെസ്കിൽ നിന്ന് പങ്കുവച്ചത്. अब हमारे आज के मुख्य अतिथि तथा भारत के रक्षा मंत्री माननीय श्री राजनाथ सिंह जी द्वारा सभा को संबोधित किया जाएगा। प्लीज नहीं चाहिए। एक बार सभी तालियां बजाकर हमारे पायलट्स जिन्होंने करिश्मा किया है उनका स्वागत किया जाना चाहिए। ओके। चीफ ऑफ डिफेंस स्टाफ जनरल अनिल चौहान, चीफ ऑफ नेवल स्टाफ एडमिरल DK त्रिपाठी, चीफ ऑफ आर्मी स्टाफ जनरल उपेंद्र द्विवेदी, चीफ ऑफ एयर स्टाफ एयर चीफ मार्शल AP सिंह, DDR&D एंड चेयरमैन DRDO डॉक्टर समीर V कामत, डिफेंस सर्विसेज K3 फाइनेंशियल एडवाइजर डॉक्टर मयंक शर्मा, यहाँ मौजूद भारत सरकार और हमारी तीनों सेनाओं के अधिकारीगण, उनके परिवारजन एवं हमारे ऐसे वायुसेना के अधिकारी जिन्होंने कि अपनी पूरी जिंदगी खपाई है अपनी सेवा में, ऐसे हमारे सभी पूर्व सैनिक अधिकारी एवं अन्य कर्मी, अन्य एयर वॉरियर्स, देवियों व सज्जनों, सबसे पहले मैं देश की संप्रभुता, एकता और अखंडता को
अक्षुण्ण बनाए रखने में अपना अहम योगदान देने वाले इंडियन एयरफोर्स के वीरों को मैं नमन करता हूं। आजादी से लेकर अब तक आप सबने भारत की सुरक्षा सुनिश्चित करने के लिए जिस शौर्य और पराक्रम का परिचय दिया है वह अपने आप में सभी भारतवासियों के लिए प्रेरणादायी है। आपकी वीरता की यह जो यात्रा रही है इसके पीछे मैं समझता हूं MiG-21 का भी बहुत बड़ा योगदान रहा है। साथियों, आज हम सब MiG-21 की फाइनल ऑपरेशनल सॉर्टी के लिए एकत्र हुए थे। इस मौके पर आप सबके बीच आकर मेरे मन में कई सारे इमोशंस तैर रहे हैं, कई भावनाएं तैर रही हैं। मेरे मन में इस समय गौरव की भावना भी है तो वहीं एक तरफ कृतज्ञता की भावना भी है। साथियों, आज जब हम MiG-21 को इसकी ऑपरेशनल जर्नी से विदाई दे रहे हैं तो मुझे लगता है हम एक ऐसे अध्याय को विदा करने जा रहे हैं जो न केवल इंडियन एयरफोर्स के इतिहास में बल्कि हमारी पूरी मिलिट्री एविएशन की जर्नी में गोल्डन लेटर्स में लिखा जाएगा। MiG-21 केवल एक एयरक्राफ्ट या मशीन भर ही नहीं है बल्कि यह भारत और रशिया के बीच गहरे संबंधों का एक प्रमाण भी है। साथियों, एक तरफ तो मिलिट्री एविएशन का खुद का जो इतिहास है वह अपने आप में इनक्रेडिबल है ही, दूसरी तरफ MiG-21 ने मिलिट्री एविएशन की जर्नी में कई और प्राउड मोमेंट्स यानी गौरव के क्षण जोड़े हैं। दुनिया के मिलिट्री एविएशन के इतिहास में ऐसा कोई फाइटर जेट नहीं हुआ जो इतनी बड़ी संख्या में निर्मित हुआ हो। दुनिया भर में MiG-21 के 11,500 से अधिक विमान बनाए गए और उनमें से लगभग 850 विमान भारतीय वायुसेना का ही वह हिस्सा रहे हैं। साथियों, यह संख्या अपने आप में इस फाइटर एयरक्राफ्ट की पॉपुलैरिटी, इसकी क्रेडिबिलिटी और इसकी मल्टी डायमेंशनल कैपेबिलिटीज की एक टेस्टिमनी है। अभी आप लोगों ने देखा कि MiG-21 की फाइनल फ्लाई पास्ट को एयर चीफ मार्शल AP सिंह ने स्वयं लीड किया है और यह इस मशीन की क्रेडिबिलिटी और एयर वॉरियर्स के मन में इसके सम्मान को दर्शाता है। इतने लंबे समय तक MiG-21 अनेक वीरतापूर्ण कृत्यों का साक्षी रहा है। इसका योगदान तक या केवल एक युद्ध तक सीमित नहीं रहा है। 1970 से लेकर कारगिल के युद्ध तक या फिर बालाकोट एयर स्ट्राइक से लेकर ऑपरेशन सिंदूर तक ऐसा कोई क्षण नहीं रहा जब MiG-21 ने हमारी आर्म फोर्सेस को जबरदस्त मजबूती न प्रदान की हो। 1971 का वार भला कौन भूल सकता है। MiG-21 ने पाकिस्तान के साथ युद्ध के दौरान विपरीत परिस्थितियों में जिस दिन ढाका के गवर्नर हाउस पर हमला किया उसी दिन उस युद्ध के परिणाम की रूपरेखा तय कर दी गई। इसके अलावा भी इसके लंबे इतिहास में अनेक ऐसे मौके आए जब MiG-21 ने अपनी डिसाइसिव कैपेसिटी साबित की है। साथियों, कोई भी ऐतिहासिक मिशन हो, हर बार MiG-21 ने तिरंगे का सम्मान बढ़ाया है। इसलिए यह फेयरवेल हमारी कलेक्टिव मेमोरीज का भी है और हमारे नेशनल प्राइड का भी है और इस जर्नी का भी है जिसमें करेज, सैक्रिफाइस और एक्सेलेंस की कहानी लिखी गई है। साथियों, MiG-21 की इस शानदार जर्नी और इस कार्यक्रम को एक अलग नजरिए से भी मैं देख रहा हूं। यह नजरिया हमारे प्राचीन भारतीय परंपराओं की भी एक झलक दे रहा है। हमारा जो एंशिएंट कल्चर है वो हमें यही सिखाता है कि केवल लिविंग ही नहीं बल्कि नॉन लिविंग थिंग्स भी इसमें ईश्वर का वास होता है। हमारे यहाँ ईशावास्यमिदं सर्वं कहा गया है, यानी हर एक चीज में ईश्वर को देखा गया है। हमारे यहाँ जमीन, आसमान, पेड़,
यहाँ तक कि घास को भी पूजा जाता है। MiG-21 വിമാനങ്ങളുടെ ഡീകമ്മീഷൻ ചടങ്ങ് പുരോഗമിക്കുകയാണ്. വലിയ ചരിത്രമുണ്ട് MiG-21, അത് വ്യക്തമാക്കിക്കൊണ്ട് രാജ്നാഥ് സിംഗ് സംസാരിക്കുകയായിരുന്നു അവിടെ. ഓരോ യുദ്ധങ്ങളിലും MiG-21 വിമാനങ്ങൾ വഹിച്ച പങ്കിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് MiG-21 വന്നത്. ശേഷം പാകിസ്ഥാനുമായുള്ള നിർണായക യുദ്ധങ്ങളിലെല്ലാം നിർണായക സാന്നിധ്യമായിരുന്നു MiG-21. ഏറ്റവും ഒടുവിൽ പഹൽഗാം ഭീകരാക്രമണത്തോടെ തുടർന്നുണ്ടായ ഇന്ത്യ പാക് യുദ്ധ അന്തരീക്ഷത്തിലും MiG-21 നിർണായകമായി. അതെല്ലാം വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം.